ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഏവർക്കും ഹെർമിറ്റ്സ് ടോക്സിൻ്റെ 623 ഭാഗത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രഭാത ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം സദൃശ്യവാക്യങ്ങൾ 19-17 തിരുവചനമാണ്. എളിയവനോട് കൃപ കാട്ടുന്നവൻ യഹോവയ്ക്ക് വായ്പ കൊടുക്കുന്നു. അവൻ ചെയ്ത നന്മയ്ക്ക് അവൻ പകരം കൊടുക്കും. അമേരിക്കയിലെ കോടീശ്വരനായിരുന്നു ജോൺ സി റോക്ക്ഫെല്ലർ. ഒന്നുമില്ലായ്മയിലാണ് തുടക്കം. 33-ാമത്തെ വയസ്സിൽ കഠിനാധ്വാനത്തിലൂടെ അയാൾ $10 ലക്ഷം സമ്പാദിച്ചു. 43-ാമത്തെ വയസ്സായപ്പോഴേക്കും എണ്ണ ഖനനത്തിൽ വ്യാപൃതനായ അദ്ദേഹം ലോകത്തിലെ വലിയ വ്യവസായിയായി മാറ്റപ്പെട്ടു. അടുത്ത 10 കൊല്ലം കൊണ്ട് കോടീശ്വരനായി മാറി. നനച്ചിരിക്കാത്ത സമയത്ത് ഒരു അസാധാരണമായ രോഗം ഇയാളെ പിടികൂടി. ഈ രോഗം ഇയാളെ വിരൂപനാക്കി. ഭക്ഷണം പോലും സാധാരണഗതിയിൽ കഴിക്കാൻ വയ്യെന്നായി. ആകെ പാലും മലരും മാത്രമാണ് ഇയാൾക്ക് കഴിക്കുവാനായിട്ട് സാധിച്ചിരുന്നത്. ധനം കുമിഞ്ഞുകൂടിയെങ്കിലും ഉറക്കമില്ലാതെയായി, സന്തോഷമില്ലാതെയായി, ശരീരം അസ്ഥി മാത്രമായി, മനസ്സ് അസ്വസ്ഥമായി. അങ്ങനെ ഉറക്കമില്ലാതെ കിടന്ന ഒരു രാത്രിയിൽ ഒരു പുതിയ വെളിച്ചം റോക്ക്ഫെല്ലറിന് കിട്ടി. ഒരു ചില്ലിക്കാശ് പോലും കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയില്ല. ഞാൻ കൂട്ടിവെച്ചതായ ഈ ധനം അത് കൂട്ടിവെക്കുവാൻ ഉള്ളതല്ല. അങ്ങനെ അനേകർക്ക് പ്രയോജനപ്പെടുവാനായി റോക്ക്ഫെല്ലർ ഫൗണ്ടേഷൻ സ്ഥാപിക്കപ്പെട്ടു. ഈ ലഭിച്ചതായ വെളിച്ചത്തിലൂടെ വലിയ മാറ്റമാണ് റോക്ക്ഫെല്ലറിൻ്റെ ജീവിതത്തിൽ ഉണ്ടായത്. 53-ാമത്തെ വയസ്സിൽ ഇനി 1 വർഷം കൂടെ ജീവിച്ചിരിക്കുമോ എന്ന് സംശയിക്കത്തക്കതായ വിധത്തിൽ ആരോഗ്യം നശിച്ചുപോയ ഒരാൾ 98 വയസ്സ് വരെ ജീവിച്ചു. പങ്കുവെക്കുന്നതിലുള്ളതായ സന്തോഷവും സംതൃപ്തിയും രോഗത്തെ അതിജീവിക്കുവാനും ആരോഗ്യം വീണ്ടെടുക്കുവാനും റോക്ക്ഫെല്ലറിനെ സഹായിച്ചു. എളിയവരോട് കൃപ കാട്ടുവാൻ നമുക്കും സാധിക്കട്ടെ. എളിയവനോട് കൃപ കാട്ടുന്നവൻ യഹോവയ്ക്ക് വായ്പ കൊടുക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ ചെയ്യുന്നതായ നന്മയ്ക്ക് തക്കവണ്ണമായി പ്രതിഫലം നൽകുന്ന ഒരു ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.